നമ്മൾ തന്നെ പേര് പറയുന്നത് ശരിയല്ലല്ലോ. കാരണം ഒരാളെ വരച്ചിട്ട് പേരെഴുതി വെക്കുന്നത് പോലെ ആയിപ്പോൾ ഞാൻ പേര് പറഞ്ഞ ഇത് എടുത്ത് കാണിച്ചു വിടുന്നല്ല പോലെ. ഇത് മറ്റുള്ളവരാണ് പറയേണ്ടത്, മറ്റുള്ളവരാണ് കണ്ടിട്ട് പേര് പറയേണ്ടത്. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് മലയാളത്തിലെ കുറച്ച് ഹാസ്യ കലാകാരന്മാർ കൂടെയാണ്. എൻ്റെ ഒപ്പം നിൽക്കുന്നത് ഇത് രംഗണ്ണനാണ്, ഈ നിൽക്കുന്നത് രമണനാണ്, ഇത് ഷാജി പാപ്പൻ, തൊട്ടടുത്തായിട്ട് കുട്ടിസ്രാങ്ക്, പിന്നെ ഇത് അറയ്ക്കൽ അബു. ഇവരുടെ കൂടെ എപ്പോഴാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് ഈ ഫ്ലോട്ടുകളും ഈ സിനിമ ഹാസ്യ നടന്മാരുടെ ചെറിയ രൂപങ്ങളൊക്കെ. പക്ഷേ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ അവരെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കൊണ്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള രൂപങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. സുഭാഷ് കേട്ടോ, നമസ്കാരം. നമ്മുടെ നാട്ടിലെ ഉത്സവ ഫ്ലോട്ടുകളും അതുപോലെ തന്നെ ഈ ഒരു നടന്മാരുടെ കരിക്കച്ച രൂപങ്ങളെല്ലാം കൊണ്ടുപോകുന്നതാണ്. പക്ഷേ ഇതിൻ്റെ അണിയറ പ്രവർത്തനത്തിൽ പ്രവർത്തിക്കുന്നവരെ ആരും കണ്ടിട്ടില്ല. അതെ അതെ, എല്ലാവരും ആഘോഷങ്ങളിൽ ഇത് കാണുന്നതല്ലാതെ ഇത് എവിടുന്ന് വരുന്നു, ആര് ചെയ്യുന്നു എന്നൊന്നും ആർക്കും അറിയത്തില്ല. അപ്പം നമ്മൾ തന്നെ പലർക്കും ചെയ്തു കൊടുക്കുന്നു. അവരൊന്നും ഇന്നടത്തു നിന്നാണ് അല്ല ഇന്നാളെ ചെയ്തതെന്നൊന്നും പറയാറില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു വന്ന് നമ്മുടെ അടുത്ത് നമ്മുടെ ശില്പശാലയിൽ വന്നതും ഇതൊക്കെ എടുക്കാൻ പറ്റിയതും എനിക്കത് വളരെ സന്തോഷമാണ്. അപ്പോൾ ഈ വർക്കുകൾ കാണിക്കാമല്ലോ, ഏത് രീതിയിലൊക്കെയാണ് വർക്കുകൾ ചെയ്യുന്നതെന്നും മറ്റ് പ്രേക്ഷകരെ കാണിക്കാം. അല്ലെങ്കിൽ ഞാൻ ബേസിക്കായിട്ട് ഇത് ഫൈബർ ഗ്ലാസിൻ്റെ ഐറ്റമാണ്. ഇതെല്ലാം ഫൈബർ ഗ്ലാസ്സിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഞാൻ ബേസിക്കായിട്ട് വെളിനാട്ടിൽ ഫൈബർ ഗ്ലാസിൻ്റെ വർക്കാണ് ഞാൻ പഠിച്ചത്. ഞാൻ ടെക്നിക്കലായിട്ട് പഠിച്ച ഒരാളാണ് വർഷങ്ങളായിട്ട്. ഞാൻ നാട്ടിൽ സെറ്റിലായത് 2002-ലാണ്. 2002 മുതൽ നമ്മൾ ഈ ശില്പങ്ങളുടെ വർക്കും ഫ്ലോട്ടുകളുടെ വർക്കും അതുപോലെ തന്നെ വാട്ടർ പ്രൂഫിൻ്റെ ഫൈബർ ഗ്ലാസ് വാട്ടർ പ്രൂഫിൻ്റെ വർക്കും ഉണ്ട്. അത് നമ്മുടെ ഇപ്പോൾ ഓൾറെഡി ഓടുന്നുണ്ട്. അങ്ങനെ അതാണ് നമ്മുടെ. പിന്നെ കുഞ്ഞുനാളിൽ ചെറുതായിട്ട് വരയ്ക്കുമായിരുന്നു. അത് തന്നെയാണ് നമ്മുടെ ഈ ശില്പങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു മനസ്സുണ്ടായതും. ബേസിക്കായിട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. ഈ ശില്പങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വരയ്ക്കാനൊന്നും അങ്ങനെയൊന്നും പോയി പഠിച്ചിട്ടൊന്നുമില്ല. നമ്മുടെ മനസ്സിലുള്ള ഒരു കഴിവ് കൊണ്ടാണ് നമ്മളിതിപ്പോൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. കൊല്ലം ജില്ലയിൽ ആദ്യമായിട്ടുണ്ടാക്കിയത് ഞാനാണ്. നമ്മുടെ ആർട്സിൻ്റെ പേര് ശ്രീ ആർട്സ് എന്നാണ്. ശ്രീ ആർട്സ് ഉത്സവ ഫ്ലോട്ട് എന്നാണ്. യൂട്യൂബിലൊക്കെ ഉണ്ട്, ഫേസ്ബുക്കിലൊക്കെ ഉണ്ട് നമ്മുടെ ഫ്ലോട്ടുകളും നമ്മുടെ ഈ പേരുകളൊക്കെ നിൽപ്പുണ്ട്. എന്തൊക്കെ മെറ്റീരിയലാണ് ഇത് ചെയ്തത്? ഇതിൻ്റെ ഫൈബർ ഗ്ലാസ് എന്ന് പറയുന്ന മെറ്റീരിയലാണ്. റെസിൻ എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ടൈപ്പ് മെറ്റീരിയലും പിന്നെ ഫൈബർ ഗ്ലാസ് എന്ന് പറയുന്ന ഒരു മാറ്റും ഉപയോഗിച്ചിട്ടാണ്. പിന്നെ അതിനകത്ത് ഹാർഡനറുകളൊക്കെ ഉണ്ട്. പിന്നെ അല്ലാതെ ജെൽക്കോട്ട് എന്ന് പറയുന്ന ഐറ്റങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് മൊത്തത്തിലൊരു 3-4 ഐറ്റം കൂടുമ്പോഴാണ് ഈ ഒരു രൂപത്തിലേക്ക് മാറുന്നത്. കൂടാരൊക്കെ സഹായിക്കാൻ നമ്മുടെ സീസൺ സമയത്ത് നമ്മളെ സഹായിക്കാൻ പലരും ഉണ്ട്. ഇപ്പോൾ എൻ്റെ കൂട്ടത്തിൽ പെയിൻറ്ററായിട്ട് നിൽക്കുന്ന നമ്മുടെ ശേഖർ എന്ന് പറയുന്ന വ്യക്തിയാണിത്. 12 വർഷം കൊണ്ട് എൻ്റെ കൂട്ടത്തിലുണ്ട്. ചേട്ടാ പേരെന്തുവാ? എൻ്റെ പേര് ശേഖർ. ചേട്ടാ ഇവിടെ എത്ര വർഷമായി ഇവിടെ വന്ന് കൂടിയിട്ട്? ഞാനൊരു 12 വർഷത്തോളമായി. 12 വർഷത്തോളമായി? അതെ. അപ്പം പണ്ട് മുതലേ ഇങ്ങനെ ഇത് കലാപരമായിട്ടുള്ള കലാ ഫീൽഡാണ്. വരപ്പാണ്, വാഹനങ്ങളൊക്കെ വരപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നത്. വാഹനങ്ങളുടെ ഒക്കെ വരപ്പാണ്. അതെ. ഇപ്പൊ അത് കുറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു ഫീൽഡിലോട്ട് തിരിഞ്ഞു. അച്ഛനും അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, പിന്നെ ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. അങ്ങനെ സുഭാഷ് ചേട്ടന്റെ ഫുൾ സപ്പോർട്ടാണ്. അതെ അതെ, തീർച്ചയായും. ഏകദേശം എത്ര എണ്ണം ചെയ്ത് കാണും ഇതേപോലെ ശില്പങ്ങളൊക്കെ? ഇതുപോലെ ശില്പങ്ങൾ ഞങ്ങൾ കുറേയേറെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് ഈ കാരിക്കച്ചർ വിഭാഗത്തിലേക്ക് കടന്നത്. ഇത് തന്നെ ഇപ്പോൾ ഒരു 10 പീസോളം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. ആർട്ടിസ്റ്റാണ്, പെയിൻറ്ററാണ്. എൻ്റെ എല്ലാ ഫ്ലോട്ടുകളുടെ ഉത്സവ ഫ്ലോട്ടിൻ്റെയും കാരിക്കേച്ചറിൻ്റെ എല്ലാം മേക്കപ്പ് എല്ലാം ചെയ്യുന്ന ആൾ തന്നെയാണ്. ഫുൾ സപ്പോർട്ടാണല്ലേ? ഫുൾ സപ്പോർട്ടാണ്.
ഏകദേശം എന്തോ വെയിറ്റ് കാണും ഇതിന്? ഇതൊരു 15 കിലോ ഇതിൻ്റെ 15 കിലോ ഉള്ളൂ. അല്ലാതെ തന്നെ നമുക്ക് ഒന്ന് എടുത്ത് കാണിച്ച് അല്ലെങ്കിൽ തന്നെ നിസ്സാരമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വെയിറ്റാണ്. ഒരാൾക്ക് ഒരാൾക്ക് കൊച്ചു കുട്ടികൾക്കും എടുക്കാം. ഇതിപ്പോൾ തന്നെ ഒരു 8 കിലോ 10 കിലോയ്ക്ക് അകത്തേ വരത്തുള്ളൂ. ഇനി അതിനകത്തൊരു ഫ്രെയിം വരും നമ്മുടെ ഈ ബോഡിയിലേക്ക് ഫിറ്റ് ആകാൻ വേണ്ടിയിട്ട്. എങ്ങനെ വന്നാലും ഒരു 15 കിലോയ്ക്ക് അപ്പുറത്ത് പോകത്തില്ല. ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് ഈസി ആയിട്ട് കൊണ്ട് നടക്കാം. അതുകൊണ്ടല്ലേ ആൾക്കാർ എടുത്ത് കൊണ്ട് നടക്കുന്നത്. ഇപ്പോൾ ഇതാണ് ഒരു ട്രെൻഡിങ് അല്ലേ? ഇപ്പോൾ ഇതൊരു ട്രെൻഡിങ് ആണ്. ഇപ്പം ഇത് നമുക്ക് ഓർഡർ തരുന്ന ആർക്കും നമ്മളിത് കച്ചവടം ചെയ്യുന്നതായിരിക്കും. ആര് ചോദിച്ചാലും നമ്മൾ സെയിൽ ചെയ്യും. ഡ്രസ്സ് ഉൾപ്പെടെയാണ്? ഡ്രസ്സ് ഉൾപ്പെടെ നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്നത് ഉത്സവത്തിന് വേണ്ടി തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് തന്നെ കൊണ്ടുപോകാം. അപ്പോൾ കല്യാണത്തിൻ്റെ കല്യാണ മണ്ഡപങ്ങളിൽ, കല്യാണ വേദികളിൽ ഇതിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. കടകളുടെ ഉദ്ഘാടനത്തിന്, ഇപ്പോൾ ഓണസംബന്ധമായിട്ട്, പിന്നെ വെൽക്കമായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒക്കെ നമ്മുടെ ഈ കാരിക്കേച്ചർ ഫ്ലോട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഓർഡർ എത്ര ദിവസം കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും? നമുക്ക് പുതിയതൊരെണ്ണം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, പുതിയ രൂപങ്ങൾ ചെയ്യുവാണെങ്കിൽ ഒരു 5 എണ്ണം ചെയ്യുമ്പോഴത്തേക്കിനൊരു 15 ഒരു മാസം എന്തായാലും 1 മാസം എടുക്കും. പുതിയ രൂപം ഒരു സെറ്റ് എന്ന് പറയുന്നത് 5 എണ്ണമാണ്. 5 സെറ്റ് ചെയ്യുമ്പോൾ 1 മാസം എന്തായാലും. 5 സെറ്റായിട്ടാണ് ചെയ്യുന്നില്ലേ? 5 സെറ്റാണ് അതിൻ്റെ ഒരു കണക്കായിട്ട് പോകുന്നത്. 5 പേര് കൂടുന്നതാണ് ഒരു സെറ്റ്. നിലവിലുള്ള ഹാസ്യതാരങ്ങളെയാണ്, ഹാസ്യ കഥാപാത്രങ്ങളെയാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ നമ്മൾ എത്തിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ആരൊക്കെ? ഇപ്പം നമ്മൾ തന്നെ പേര് പറയുന്നത് ശരിയല്ലല്ലോ. കാരണം ഒരാളെ വരച്ചിട്ട് പേരെഴുതി വെക്കുന്നത് പോലെ ആയിപ്പോൾ ഞാൻ പേര് പറഞ്ഞാൽ ഇത് എടുത്ത് കാണിച്ചു വിടുന്നല്ല പോലെ. ഇത് മറ്റുള്ളവരാണ് പറയേണ്ടത്, മറ്റുള്ളവരാണ് കണ്ടിട്ട് പേര് പറയേണ്ടത്. നമ്മുടെ ഹരിശ്രീ അശോകൻ. ഹരിശ്രീ അശോകൻ. ഇത് ഫഹദ് ഫാസിൽ, ആവേശം എന്ന സിനിമയിലെ കഥാപാത്രം. പിന്നെ അവിടെ ഇരിക്കുന്നത് സലീം കുമാർ, ആട് 2-ലെ അബു എന്ന കഥാപാത്രം. ഇനി തൊപ്പിയൊക്കെ വെക്കണം, തൊപ്പിയൊക്കെ ഇനി ചെയ്യണം. അത് ആട് 2-ലെ ജയസൂര്യ. അതിൻ്റെ മേക്കപ്പായ ഫോട്ടോകളുണ്ട്, വീഡിയോസുണ്ട്. അത് നമുക്കിതിൻ്റെ കൂട്ടത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ശില്പങ്ങൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ഉത്സവ ഫ്ലോട്ടുകൾ ഉണ്ടാക്കുന്നത് വലിയ പാടൊന്നുമില്ല. കാരണം അതൊരു ഇപ്പോൾ ശില്പങ്ങളിൽ ഉത്സവ ഫ്ലോട്ട് ഉണ്ടാക്കുമ്പോൾ വലിയ പാടൊന്നുമില്ല. അത് ഏതൊരു രൂപം ചെയ്താൽ, ഒരു ശിവനെ തന്നെ ഉണ്ടാക്കണമെങ്കിൽ ശിവൻ്റെ അത്യാവശ്യം ഒരു മുഖഭാവം കണ്ടിട്ട് ഒരു പുലിത്തോലും ഒരു പാമ്പിനെയും വെച്ച് കഴിഞ്ഞാൽ അത് ശിവനാവും. പക്ഷേ അതേപോലല്ല നമ്മുടെ ഈ കാരിക്കേച്ചർ സിനിമ താരങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ചെയ്യുമ്പോൾ അതേ കഥാപാത്രത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത് വലിയ പാടുള്ള കാര്യം തന്നെയാണ്. ഇത്രയും കഷ്ടപ്പാടും ഇതിൻ്റെ പിന്നിൽ ഉണ്ട്.